ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ മാജിക് മിക്സ് ഇതാണ്. ഇത് മാത്രം ഉപയോഗിച്ചാൽ മതി, നമ്മുടെ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. ഒരു പുഴു പോലും അവരെ തൊടൂല. ഹലോ, വെൽക്കം ബാക്ക്. എൻ്റെ പച്ചക്കറികളും ചീരയും ഒരു പുഴുക്കുത്ത് പോലും ഇല്ലാതെ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഓർഗാനിക് ആയിട്ടുള്ള കീടനാശിനി മാത്രമാണ് ഞാനിവർക്ക് അടിച്ചു കൊടുക്കുന്നത്. പക്ഷേ അത് റെഗുലറായിട്ട് അടിച്ചു കൊടുക്കും. എല്ലാ ആഴ്ചയും ഒരു ദിവസം എല്ലാ ചെടികൾക്കും ഇല മാറ്റി ഇലയുടെ അടിയിലും പുറത്തും ഒരുപോലെ ഞാൻ അടിച്ചു കൊടുക്കുന്നതാണ്. ഈ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള ഓർഗാനിക് മിക്സർ, അതായത് നീം ഓയിൽ മിക്സർ, ഇത് ഞാൻ തനിച്ചാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. എങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. സ്കിപ്പ് ചെയ്യാതെ കാണണം, മുഴുവൻ കാണണം. വളരെ സിമ്പിളാണ്, പക്ഷെ ഭയങ്കര യൂസ്ഫുള്ളുമാണ്. നമുക്ക് നീം ഓയിൽ മിക്സ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇതൊക്കെയാണ്. ഒരു ഇടികല്ല്, ഇതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് സാധനം. പിന്നെ 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ. പിന്നെ ഇത് നമ്മുടെ സ്പ്രേയർ. ഈ സ്പ്രേയർ എല്ലാ കടകളിലും അവൈലബിളാണ്. കൃഷിക്കടകളിൽ വെറും 30 രൂപയേ ഉള്ളൂ. അത് 1 ലിറ്ററിൻ്റെ ബോട്ടിലിൻ്റെ കൂടെയും 1/2 ലിറ്ററിൻ്റെ ബോട്ടിലിൻ്റെ കൂടെയും നമുക്കിത് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പ്രേ ബോട്ടിലായി കഴിഞ്ഞു. കുറച്ച് വെളുത്തുള്ളി, ലിക്വിഡ് സോപ്പ്, നീം ഓയിൽ, ഇത്ര സാധനങ്ങളുണ്ടെങ്കിൽ, പിന്നെ വെള്ളം, 1 ലിറ്റർ വെള്ളം, ഇത്ര സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ മിക്സ് ഇപ്പം തന്നെ ഉണ്ടാക്കാം. കാണിക്കട്ടെ. ഈ വെളുത്തുള്ളി ഇത് മിക്സിയിൽ അടിച്ചെടുക്കരുത്, നമ്മൾ കല്ലിൽ തന്നെ ചതച്ചെടുക്കണം. നമുക്കൊരു 100 ഗ്രാം മതി. ഇത് വലിയ വെളുത്തുള്ളിയാണ്, അപ്പോൾ ഒരു 4-5 ഇതളെടുത്താൽ മതി. അത് കല്ലിലേക്കിടുക, എന്നിട്ട് നല്ല രീതിയിൽ ചതച്ച് കൊടുക്കുക. ഓക്കെ, നല്ല രീതിയിൽ ചതച്ചു. ഇനി ഇതിനെ നമുക്ക് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യണം. ചതച്ചെടുത്ത വെളുത്തുള്ളിയെ നമ്മളിത് ഇവിടെ ഒരു പാത്രം എടുത്തു. ആ പാത്രത്തിൽ വെള്ളത്തിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാൻ പോവാം. ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം. മതി. ഇതിവിടെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മൾ വെളുത്തുള്ളി എടുത്ത് ചതച്ച്, കല്ലിൽ ചതച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ നീം ഓയിൽ ഓപ്പൺ ചെയ്തു. 10 ml, നമ്മുടെ മെഷറിംഗ് കപ്പിനകത്ത് 10 ml കറക്റ്റ് നിറച്ച്. അത് നമുക്ക് ഒഴിക്കേണ്ടത് നമ്മുടെ സ്പ്രേ ബോട്ടിലേക്ക് നേരെ ഒഴിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി അവിടെ ഇരിക്കുന്നു. നീം ഓയിൽ നമ്മൾ ബോട്ടിലിൽ ഒഴിച്ചു. ഇനി അടുത്തത് ഏതെങ്കിലും ഒരു ലിക്വിഡ് സോപ്പ്, പാത്രം കഴുകുന്ന സോപ്പ് അല്ലെങ്കിൽ കൈ കഴുകുന്ന സോപ്പ്. ഞാൻ എടുത്തിരിക്കുന്നത് പ്രില്ലാണ്. നമ്മുടെ സെയിം മെഷറിംഗ് കപ്പ് എടുക്കുക, കറക്റ്റ് 10 ml. അതും കൂടെ നമ്മൾ ഇതിലേക്ക് തന്നെ അങ്ങ് ഒഴിച്ചു. അപ്പോൾ നോക്ക്, ഇതിൻ്റെ കളർ ഇങ്ങനെയായി. നീം ഓയിലും നമ്മുടെ സോപ്പും കൂടെ ചേർന്നപ്പോൾ ഈ കളറായി. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. നമ്മുടെ വെളുത്തുള്ളി, ഈ മിക്സറിനെ നമ്മളിനി അരിച്ചെടുക്കണം. നമ്മുടെ വെളുത്തുള്ളി മിക്സർ അരിച്ചെടുക്കാനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിരിക്കുന്നു. ഒരു അരിപ്പ എടുത്തു. അതിലേക്ക് നമ്മളിതിനെ അരിച്ചെടുക്കുക. എന്നിട്ട് ഇത് വെളുത്തുള്ളി മിക്സറാണ്, അത് അതേപടി നമ്മൾ ഈ ബോട്ടിലേക്ക് ആഡ് ചെയ്യാം. അരിച്ച് തന്നെ എടുക്കണം, അല്ല എങ്കിൽ നമ്മുടെ സ്പ്രേ ബോട്ടിലിൽ കയറി ബ്ലോക്ക് ആകും. ഈ വെളുത്തുള്ളിയുടെ എല്ലാ അഴുക്കുകളെല്ലാം കൂടെ കിടന്ന് സ്പ്രേ ബോട്ടിലിൽ കയറി ബ്ലോക്കായാൽ പിന്നെ ഇരട്ടിപ്പണിയാണ്.
ഇനി ഇത്രയും കൂടെ വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വെള്ളം ആഡ് ചെയ്യുക. 1 ലിറ്ററാണ്. ഒരു 3/4 പോർഷനായപ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമ്മളുടെ സ്പ്രേയർ എടുക്കുക. ദേ ഇങ്ങനെ ഫിക്സ് ചെയ്യുക. ഇനി എല്ലാവർക്കും ഇങ്ങനെ അങ്ങ് അടിച്ചു കൊടുത്താൽ ഇതാണ് നമ്മുടെ നീം ഓയിൽ മിക്സിൻ്റെ കളറ്. ഇപ്പോൾ എൻ്റെ പ്രില്ലിൻ്റെ കളറ് ഏകദേശം ഒരു ലൈറ്റ് ഗ്രീൻ ആയിരുന്നുകൊണ്ടാണ് ഇപ്പോൾ ഗ്രീനിഷ് ആയിട്ട് നിൽക്കുന്നത്. ഫിക്സ് ചെയ്യുക, സ്പ്രേ ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഇതൊരു സൂപ്പർ മാജിക്കൽ പെസ്റ്റിസൈഡാണ്, ഓർഗാനിക് പെസ്റ്റിസൈഡ്. ഇത് അടിച്ചു കൊടുത്താൽ മതി എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം മസ്റ്റായിട്ട് അടിക്കണം. അതും ഇലയുടെ അടിയിലോട്ട് മാറ്റി അടിക്കണം. ഇത് ഇങ്ങനെ ഇല മാറ്റി പിടിച്ച അടിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് അടിക്കേണ്ടത്. സകല പെസ്റ്റും ഇതോടുകൂടി ഓടിപ്പോക്കോളും. ഇപ്പം നമ്മളുണ്ടാക്കിയ മാജിക് മിക്സ് ഇതാണ്. ഇത് മാത്രം ഉപയോഗിച്ചാൽ മതി. നമ്മുടെ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. ഒരു പുഴു പോലും അവരെ തൊടില്ല. ചീരയുടെ ഇലയൊക്കെ നല്ല സൂപ്പർ ഹെൽത്തി ആയിരിക്കും. സോ മനസ്സിലായല്ലോ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.